അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഇതെപ്പോഴും ചോദിക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു ഏരിയയാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. നമ്മൾ പറഞ്ഞു പ്രൊക്യൂർമെൻ്റ് ആണ്. പ്രൊക്യൂർമെൻറ്റ് എന്നുള്ള സ്റ്റെപ്സിൽ ഫസ്റ്റ് വൺ ഇസ് എ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നു, ദെൻ സെക്കൻഡ് ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിനെന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ള മൂന്നാമത്തെ സ്റ്റെപ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മാൻ പവർ പ്ലാനിങ്ങിലാണ് ദ റോൾ ഓഫ് അച്ചീവ്മെൻറ്റ് ഓഫ് ബിസിനസ് മാൻ പവർ പ്ലാനിങ്ങിലാണ് റൈറ്റ് മാൻ റൈറ്റ് ജോബ് അറ്റ് റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ അതിന് ഇത് അസസ് ചെയ്യുന്ന പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിങ്. ഇത് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് നമ്പർ ഓഫ് പേഴ്സണൽ റെക്കോർഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളെ റിക്വയർമെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഇവിടെ റിക്രൂട്ട് ചെയ്യുക ആൻഡ് സെലക്ട് ചെയ്യുക. ദെൻ പ്ലേസിങ് ദ ഇൻറ്റൻറ്റ്. അപ്പോൾ എങ്ങനെയാണിത് സ്റ്റെപ്സുകൾ എങ്ങനെയാണ്, അതായത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ്റെ സ്റ്റെപ്സുകളാണ് ഇനി പറയുന്നത്. പ്ലേസിങ് ദ ഇൻറ്റൻറ്റ്. പ്ലേസിങ് ദ ഇൻറ്റൻറ്റ് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ലൈൻ മാനേജർ സെൻഡ് ദ ഇൻറ്റൻറ്റ് റിക്വസിഷൻ ഫ്രം റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ടു ദി ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്? ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡും എന്ത് ചെയ്യുന്നു, ഒരു റിക്വസിഷൻ. ആ റിക്വസിഷനിൽ ഉണ്ടായിരിക്കേണ്ടത് ഡീറ്റെയിൽസുകളാണ്. ദ ഫോളോയിങ് ഡീറ്റെയിൽസ്: ജോബ് ഓർ ഓപ്പറേഷൻ ഫോർ വിച്ച് മാൻ പവർ ഈസ് റിക്വയർഡ്. ജോബ് ഓർ ഓപ്പറേഷൻസ് ഫോർ വിച്ച് ഏത് ലെവലിലാണ് മാൻ പവർ റിക്വയർഡ് ആയിട്ടുള്ളത്. ദ നമ്പർ ഓഫ് പേഴ്സണൽ റിക്വയർഡ്, ദ ടൈം ഓൺ വിച്ച് പേഴ്സണൽ റിക്വയർഡ്, പീരിയഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, സാലറി ടു ബി ഓഫേർഡ്, അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇത്രയും ആ ഇൻറ്റൻറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. അങ്ങനെ 1 copy is sent to the human resources department, the other copy is kept requisitioning department for future reference. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അത് പ്ലേസ് കഴിഞ്ഞാൽ പിന്നെ റിക്രൂട്ട്മെൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് റിക്വയർഡ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ ഈസ് ടു ലൊക്കേറ്റ് സ്യൂട്ടബിൾ ഹ്യൂമൻ റിസോഴ്സസ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊക്യൂർമെൻറ്റിലെ സെക്കൻഡ് സ്റ്റെപ്പ് ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്, അത് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോസിറ്റീവ് പ്രോസസ്സ്, ആളെ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് പ്രോസസ്സ് ഫോർ സെർച്ചിങ് ദ റെക്കോർഡ് ക്വാളിഫൈഡ് പേഴ്സൺ ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിലേക്കാട്ടും ഈസി അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു എഡ്വിൻ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്? ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനല്ല, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആണെങ്കിലും അവർ ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും എംപ്ലോയീസിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അവർ പ്രോസ്പെക്റ്റീവ്സ് എംപ്ലോയീസ്, അവർക്ക് വീണ്ടും നല്ല ഹൈ ലെവലുള്ള ജോലി കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ജോലി തിരയുന്നുണ്ട്, അങ്ങനത്തെ എംപ്ലോയീസിനാണ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. അവർ സ്റ്റിമുലേറ്റ് ചെയ്യും വേണം. ആ ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. സോ റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ദെൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ്, ആ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള പ്രോസസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലേബർ സപ്ലൈ, ദെൻ അസസ്മെൻറ്റ് ഓഫ് ദെയർ വാലിഡിറ്റി, ചൂസ് ദ മോസ്റ്റ് സൂട്ടബിൾ സോഴ്സ്, ഇൻവൈറ്റ്സ് അപ്ലിക്കേഷൻ ഫ്രം പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് അല്ലേ നമുക്ക് ജോബ്. നമ്മൾക്കൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുകയാണെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പല വിധത്തിൽ അതിൻ്റെ സോഴ്സസ് കണ്ടെത്തും. നമ്മുടെ കോളേജിലൊക്കെ വരാറുണ്ട്, അതൊരു സോഴ്സാണ്. പിന്നെ നമ്മളെ ആഡ് കൊടുക്കും പത്രത്തിലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സസ് കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ വാലിഡിറ്റി അസസ്മെൻറ്റ് ചെയ്യുന്നു. ഇത് മോസ്റ്റ് സൂട്ടബിൾ സോഴ്സസ് ഏതാണോ അത് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫ്രം പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. ദെൻ ക്യാരക്ടേഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ദി അബോവ് ഡെഫിനിഷൻ റിവീൽസ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്: എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് റിസീവ്, റിക്വസിഷൻ, ലൊക്കേറ്റിംഗ് സോഴ്സ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര ആർ ഇൻവോൾവ്. അപ്പോൾ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. ദെൻ ലിങ്കിങ് ആക്ടിവിറ്റി ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ജോബ് സീക്കേഴ്സ്. ഒരു എംപ്ലോയറെയും ജോബ് സീക്കേഴ്സിനെയും ലിങ്ക് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഫങ്ഷൻ. കാരണം എന്താണ്, ഒരു എലിമിനേറ്റിംഗ് ഫങ്ഷൻ അല്ല, പോസിറ്റീവ് ഫങ്ഷനാണ് റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ ഗ്രൂപ്പ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ് ഔട്ട് വിച്ച് സ്യൂട്ടബിൾ പേഴ്സൺസ് ആർ സെലക്റ്റഡ്.
Then due to unemployment, the candidate will accept any job without considering his interests. So careful recruitment process is to be carried out to match the person with the position. ഇങ്ങനൊരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് കെയർഫുൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എടുത്തിരിക്കണം. ദ മെയിൻ പർപ്പസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇസ് ടു ലൊക്കേറ്റ് ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. പല സോഴ്സസ് കൊണ്ട് അതിൽ ഏറ്റവും നല്ല സോഴ്സ് തന്നെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ റിക്രൂട്ട്മെൻറ്റ് സക്സസ് ആണെങ്കിൽ മാത്രമേ അതിലേക്ക് വരുന്ന അപ്പോഴേ അപ്ലിക്കേഷൻ വരുള്ളൂ. ആ അപ്ലിക്കേഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾസിൻ്റെ റൈറ്റ് ടൈമിൽ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഗുഡ് സോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്ന സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. Effective measures are taken to attract the personnel in the organization. It is a process of searching for prospective employees. Okay. Then what are the factors affecting recruitment? Several factors may influence recruitment. Internal factors and external factors എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓരോ ഓർഗനൈസേഷനും എന്തുണ്ടാകും, ഒരു റിക്രൂട്ട്മെൻറ്റ് പോളിസി ഉണ്ടായിരിക്കും. their own recruitment policy. And then internal recruitment and external recruitment. The external recruitment ആയിട്ടും internal recruitment ആയിട്ടും കുറേ പോളിസി ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ എ സിസ്റ്റമാറ്റിക് റിക്രൂട്ട്മെൻറ്റ് പോളിസി ഓൾവേസ് ട്രൈ ടു മിനിമൈസ് ദ ഇൻറ്ററപ്ഷൻ ഓഫ് വർക്ക്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോളിസിയുടെ ബേസിൽ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. സോ ദിസ് ഇസ് ദ ഫാക്ടർ, വൺ ഓഫ് ദ ഫാക്ടർ എഫക്റ്റിംഗ് ദ റിക്രൂട്ട്മെൻറ്റ്. Then another factor is size of the organization. ഓർഗനൈസേഷൻ്റെ സൈസ് ഡെവലപ്പ് ചെയ്യും റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് ഡെവലപ്പല്ല എഫക്റ്റ് ചെയ്യുന്നു. then റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്, നല്ല കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വലിയ മെത്തേഡ്സുകളും സോഴ്സസുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ബജറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനെ അഡോപ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബജറ്റ് ലിമിറ്റിൽ നിന്ന് കൊണ്ട് വേണം ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. then growth and expansion, this is important internal factor which affects the recruitment. Then human resources plan depends upon the effective human resources planning. Then what are the external factors affecting the recruitment process? Demand and supply of skilled labor. ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച്, ഇപ്പോൾ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണെങ്കിൽ എന്ത് അതിനനുസരിച്ച് റിക്രൂട്ട്മെൻറ്റിന് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഹൈ കമ്പയർഡ് വിത്ത് ദ സപ്ലൈ. ഇൻ അതർ വേർഡ്സ് സിറ്റുവേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ബിക്കം ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. കാരണം ജോബ് സീക്കേഴ്സിന് ഉള്ള ഡിമാൻഡ് കൂടുതലും സപ്ലൈ ജോബ് സീക്കേഴ്സ് കുറവാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നേരെ അതർവൈസ് ആണെങ്കിൽ ഈസിയാണ്. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ സോഴ്സ് ഭയങ്കരമായിട്ട് നല്ലപോലെ കെയർ ചെയ്തിരിക്കണം. ദ സൈസ് ഓഫ് ലേബർ പൂൾ ഈസ് ശരിക്കും ആക്ച്വലി ലേബർ പൂൾ ഈസ് ബിഗറാണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഓപ്പർച്യൂണിറ്റി ടു അട്രാക്ട് ദ ക്വാളിഫൈഡ് പേഴ്സൺ. പറയാം ഡിഗ്രി എന്നുള്ള ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർ കൂടെ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ഡിഗ്രിയും കൂടെ എടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ക്വാളിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യുന്നു, ക്വാളിഫിക്കേഷൻ ഏറ്റവും കൂടുതലുള്ളവരെടുക്കും, അതേപോലെ അവരുടെ പെർഫോമൻസ് എടുക്കും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ ഒരു ലേബർ പോളിസ് ബിഗർ ആയതുകൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നു. ദെൻ ഗവൺമെൻറ് പോളിസിയാണ്. ഗവൺമെൻറ് പോളിസീസിൽ എന്തുണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും. SC, OBC ആൻഡ് മൈനോറിറ്റി റിസർവേഷൻ. ദെൻ ലേബർ മാർക്കറ്റ് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ആൻഡ് നോൺ മാനേജീരിയൽ ആൻഡ് മിഡിൽ മാനേജ്മെൻറ്റ് പൊസിഷനിൽ ലേബർ മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. സൺസ് ഓഫ് ദ സോയിൽ. ദ പൊളിറ്റീഷ്യൻസ് ആർഗ്യൂ ദാറ്റ് പ്രിഫറൻസ് ഫോർ ജോബ് മസ്റ്റ് ബി ഗിവൺ ദ കാൻഡിഡേറ്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലുള്ളവർക്ക് നൽകണം ജോബ്. ദെൻ ഓർഗനൈസേഷണൽ ഇമേജ്. കമ്പനിക്ക് ഗുഡ് ഇമേജ് ഉണ്ടെങ്കിൽ, പബ്ലിക്കിൻ്റെ ഇടയിൽ ഗുഡ് ഇമേജ് ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ബിക്കം ഈസി ടാസ്ക്. അപ്പോൾ അതിനനുസരിച്ച് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആളുകളെ റിക്രൂട്ട് ചെയ്യാം. ദ ലേബർ ലെജിസ്ലേഷൻ. There are certain laws related to the country with labor recruitment and selection. These are example: Child Labor Prohibition and Regulation Act 1986, Prohibition employment of children in certain areas. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം, ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം ജോബ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. Then what are the process included in the recruitment process? 5 step പ്രോസസ്സാണ്. ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള 5 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ജോബ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ദെൻ ഫസ്റ്റ് വൺ, റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ്. റിക്രൂട്ട്മെൻറ്റ് എന്തിനും എന്ത് വേണം, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്ലാനിങ് വേണം. ഡിസൈഡിങ് ദ ടാർഗറ്റ് വിച്ച് മസ്റ്റ് ബി സ്പെസിഫൈ ദ നമ്പർ ടൈപ്പ് ഓഫ് പേഴ്സണൽ റിക്വയർഡ്.
കാരണം ഓരോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റൻറ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻറ്റൻറ്റ് സെൻഡ് ചെയ്തതിന് റിസൾട്ടിൽ എന്ത് ചെയ്യുന്നു, അവർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നു. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് സെക്ഷൻ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ദെൻ അതിൽ ഉണ്ടായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർഡ്. റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ് ഇസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അപ്പോൾ വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ്? Recruitment planning is concerned with deciding in advance what number of personnel are required, what type and what qualification and experience. This is a recruitment planning. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ് ആണ് ഫസ്റ്റ് വേണ്ടത്. ദെൻ അതിനനുസരിച്ച് ഡെവലപ്പ് സ്ട്രാറ്റജി. ആഫ്റ്റർ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജി. ആഫ്റ്റർ ഡിസൈഡിങ് ദ നമ്പർ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, വാട്ട് നമ്പർ ഓഫ് പേഴ്സണൽ ആർ റിക്വയർഡ്, വാട്ട് ടൈപ്പ് ഓഫ്. അത് കഴിഞ്ഞ ശേഷം ദ ടൈപ്പ് ഓഫ് പേഴ്സണൽ റിക്വയർഡ്, സ്ട്രാറ്റജി ഫോർ റിക്രൂട്ട്മെൻറ്റ് ഷുഡ് ബി ഡെവലപ്ഡ്. ഏത് സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? വെദർ എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ഇൻറ്റേർണലി ഓർ എക്സ്റ്റേർണലി, മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ്, വെദർ എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ത്രൂ ലോക്കൽ ഓർഗനൈസേഷൻ ഓർ ഇൻ്റർനാഷണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, പീരിയഡ് ഓർ ടൈം ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് സെർച്ചിങ്. സെർച്ച് പ്രോസസ് ബിഗിൻ വെൻ ദ പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ഡിറ്റർമിൻഡ്. ഇത് രണ്ടും ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് സെർച്ചിങ് എന്നുള്ളത്. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ടു സ്റ്റെപ്സ്. അതിൽ ഫസ്റ്റ് വൺ, receipts of personal requisition and communicating the information. Receipts of personal requisition. The searching process begins the time of receiving personal requisition. അപ്പോൾ ഈ ഒരു ഡെവലപ്പ് സ്ട്രാറ്റജി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഇൻറ്റൻറ്റ് റിസീവിങ് പേഴ്സണൽ റിക്വസിഷൻ ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ അപ്പോയിൻറ്റിംഗ് പേഴ്സണൽ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ, ജോബ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. then അത് കഴിഞ്ഞ് സ്ക്രീൻ ചെയ്യുന്നു. ദ ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, സ്ക്രീനിങ് ചെയ്യുന്നു. സ്ക്രീനിങ് ആപ്ലിക്കേഷൻ ആസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. കുറേ ആപ്ലിക്കൻസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞ് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ഓൺ ദി കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, ടൈം ടേക്കൺ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ദി suitability ഓഫ് കാൻഡിഡേറ്റ് ഫോർ എക്സെട്ര മസ്റ്റ് ബി കളക്റ്റഡ് ആൻഡ് ഇവാലുവേറ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, what are the methods of recruitment? Methods of recruitment refer to the means or ways of through which the organization established the contact with the potential candidate. അത് how to contact with the potential candidates. റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്, that is methods of recruitment. Then ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഡയറക്റ്റ്, നമുക്ക് അതിൻ്റെ ആ ഒരു മെത്തേഡ് അനുസരിച്ച് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഡയറക്റ്റ് മെത്തേഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൗട്ടിങ്. എന്താണ് സ്കൗട്ടിങ് എന്ന് പറഞ്ഞാൽ, ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ വിസിറ്റ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയില്ലേ, അതിനെയാണ് സ്കൗട്ടിങ് എന്ന് പറയുന്നത്. ദേ കണ്ടക്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആൻഡ് മേക്ക് ഷോർട്ട് ലിസ്റ്റ് ഫോർ സ്കൗട്ടിംഗ് ആണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നുള്ളത് എംപ്ലോയി കോണ്ടാക്ട്സ്. Employers are directed to contact the public to tell about the vacancies which are arising in the organization. The employees intimate the public about the vacancy. The public submit application to the officer. അപ്പോൾ employer through ഉള്ളതാണ് എംപ്ലോയി കോണ്ടാക്ട്സ്. എംപ്ലോയി ത്രൂ ഉള്ള. Then manned exhibition. Recruitment officers are directed to participate in seminar and convention to set exhibition at fairs. Then waiting list. Organization prepares waiting list for candidate. Then what are the indirect method? Indirect method എന്നാൽ vacancies are notified in newspapers, journals, radio and television media for recruiting employees. This method adopted wants to select candidate from geographically scattered area. ഇപ്പോൾ ഒരു കോളേജിലൊക്കെ ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ ഏത് മെത്തേഡാണ്? ഇൻഡയറക്റ്റ് മെത്തേഡായിരിക്കും. ഉണ്ടായിരിക്കുക കാരണം എന്താണ്, ഒരു വാസ്റ്റ് ഏരിയയിൽ നിന്നും ഡാറ്റ കിട്ടിയിരിക്കണം. The next third party method, several private consultancy agencies are performing. അതായത് ഒരു തേർഡ് പാർട്ടി അപ്പോയിൻറ്റ് ചെയ്യും. ആ കൺസൾട്ടൻസി ഏജൻസിയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ദെൻ ഏതെല്ലാം സോഴ്സസ് ആണ് റിക്രൂട്ട് ചെയ്യാനുള്ളത്? നമ്മൾ പറഞ്ഞ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ദർ ആർ സെവറൽ സോഴ്സസ്. ദെൻ ഇൻറ്റേർണൽ സോഴ്സസ്, അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ വിത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സോഴ്സസ് ആണ്. എങ്ങനെ അതിനുള്ള എംപ്ലോയീസിനെ കിട്ടുന്നത്? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രാൻസ്ഫർ ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് സ്പെഷ്യൽ റെഫറൻസ് ടു ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റി ഓർ കോമ്പൻസേഷൻ. ഒരു സെക്ഷനിൽ നിന്ന്
ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുക. ദിസ് ഈസ് അപ്പോൾ എന്ത് ചെയ്യും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നു, ഏതിൽ നിന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ദിസ് ഇസ് എ ട്രാൻസ്ഫർ. ദെൻ നെക്സ്റ്റ് പ്രൊമോഷൻസ്. പ്രൊമോഷൻസ് എന്നാൽ ഒരു എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, അവിടെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു. പ്രൊമോഷൻ ഇൻവോൾവ്സ് ചേഞ്ച് ഫ്രം വൺ ജോബ് ടു അനദർ ദാറ്റ് ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ സ്റ്റാറ്റസിനും റെസ്പോൺസിബിലിറ്റിക്കും ബെറ്റർമെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ സ്റ്റാറ്റസ് ആണ് ട്രാൻസ്ഫറിലുള്ളത്. ഓക്കെ. ദെൻ ഡിമോഷൻ. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊമോഷൻ്റെ നേരെ റിവേഴ്സ് ഓഫ് പ്രൊമോഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഡൗൺഗ്രേഡിംഗ് ദ എംപ്ലോയീസ് ബൈ റെഡ്യൂസിങ് ഹിസ് സാലറി, ഡിക്രീസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് സ്റ്റാറ്റസ്. ഇതും ഒരു ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ സോഴ്സാണ്, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ. ദെൻ മെറിറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ്. എക്കണോമിക്കലാണ്, സേവ് ടൈം ആണ്, ഇംപ്രോപ്പർ മോറൽ ഓഫ് എംപ്ലോയീസ്, മോട്ടിവേറ്റഡ് ടു എംപ്ലോയീസ്, നോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. പക്ഷേ ഈ ഡിമോഷൻ ഒരിക്കലും മോട്ടിവേഷൻ അല്ല. നോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഈസ് റിക്വയർഡ്, ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ സോഴ്സാണ്. ദെൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ടു സെൽഫ് ഡെവലപ്മെൻറ്റിന്, റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. അതായത് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലേബർ ടേൺ ഓവർ. ദെൻ ഡിമെറിറ്റ്സ്. എൻട്രി ലെവലുള്ള ഒരു എംപ്ലോയിക്കിന് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല, ലിമിറ്റഡ് ഓപ്ഷനാണ്, ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി, റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി, ഡിനൈൽ ഓപ്പർച്യൂണിറ്റീസ്, എൻകറേജ് ഫേവറേറ്റിസം, ലീഡ് ടു കോൺഫ്ലിക്ട്സ്. ദെൻ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിന് നമുക്ക് ഒറ്റ വ്യൂവിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, ഇൻറ്റേർണൽ സോഴ്സുണ്ട്, എക്സ്റ്റേണൽ സോഴ്സുണ്ട്. ഇൻറ്റേർണൽ സോഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, പ്രസൻറ്റ് എംപ്ലോയീസ് ആൻഡ് ഡിമോഷൻസ്. മെയിനായിട്ട് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, ഈ മൂന്നാണ്. പ്രസൻറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഈ 3 സെക്ഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഇൻറ്റേർണൽ സോഴ്സ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ സോഴ്സ്. ഇത് എസ് ആയിട്ട് ചോദിക്കാണ്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഈസിയാണ്. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, വിത്തിൻ ദി ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ നോട്ടീസ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്, അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലേബർ കോൺട്രാക്ഷൻ, പ്രൈവറ്റ് ഏജൻസീസ്, ട്രേഡ് യൂണിയൻ. അതൊക്കെ ഓരോന്നും എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് എന്നാൽ ദ സീക്സ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഔട്ട്സൈഡ് ദ എൻ്റർപ്രൈസസ്. എൻ്റർപ്രൈസസിന് ഔട്ട്സൈഡായിട്ട് സീക്ക് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ദർ ആർ മെനി എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ അതിൽ വരുന്നതാണ് നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ്. ഫാക്ടറിയുടെ ഗേറ്റിൽ എന്ത് ചെയ്യുന്ന നോട്ടീസ് ബോർഡ് വെക്കുന്നു. ദെൻ നമ്പർ പൊട്ടൻഷ്യലായിട്ടുള്ള എംപ്ലോയീസ്, ജോബ് സീക്കേഴ്സ് എന്ത് ചെയ്യുന്നു, അതിൽ ഹൂ റീഡ് ആൻഡ് നോട്ടീസ് വിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് അറ്റൻഡ് ദ ഇൻ്റർവ്യൂ. ദെൻ സ്യൂട്ടബിൾ ആണ് തോന്നുകയാണെങ്കിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ. അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംടൈംസ് ദ ജോബ് സീക്കേഴ്സ് വിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ടു കമ്പനി ഓൺ ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെറ്റിംഗ് എ ജോബ് ഇൻ ഫ്യൂച്ചർ. ഇവിടെ ഓർഗനൈസേഷൻ ഒന്നും പറയുന്നില്ല, ഇവിടെ ജോബ് സീക്കേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ജോബ് സീക്കേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നു. അങ്ങനെ മാനേജ്മെൻറ്റ് അത് പ്രിസർവ് ചെയ്യുന്നു. ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, വേക്കൻസീസ് അറൈസ് ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആർ സെലക്റ്റഡ് ഫ്രം ദിസ് ആപ്ലിക്കേഷൻ, ദിസ് അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ. Then casual callers. Management appoint person for short period. For example, person appointed in a leave vacancy. It is mainly to meet short-term demand. ലീവ് വേക്കൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, ആ ഒരു ക്വാളിറ്റി ഉള്ള ആളെ പേഴ്സൺ എന്ത് ചെയ്യുന്നു, കാഷ്വൽ കോൾ നടത്തിയിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദെൻ അഡ്വർടൈസ്മെൻറ്റ് നമുക്കറിയാം. അഡ്വർടൈസ്മെൻറ്റ് എന്താണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ മെത്തേഡാണ്. ന്യൂസ് പേപ്പറിലും മറ്റു മീഡിയാസിലും എന്ത് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്ത് നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ്, ക്വാളിഫിക്കേഷൻ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫേർഡ് ഫോർ ദ ജോബ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് ആഡ് കൊടുക്കുന്നു. ദെൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വേറൊരു അനദർ ഗുഡ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. അൺസ്കിൽഡ്, അൺസ്കിൽഡ്, സെമി സ്കിൽഡ് ഏത് ടൈപ്പ് ഓഫ് ജോബ് ഹോൾഡേഴ്സിനും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ കഴിഞ്ഞാൽ ജോബ് സീക്കേഴ്സ് രജിസ്റ്റർ ദെയർ നെയിംസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് യൂണിവേഴ്സിറ്റീസ് ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ നടത്തുന്നതാണ് വേറൊരു അനദർ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് മെത്തേഡ്സ്. ദെൻ ലേബർ കോൺട്രാക്ടേഴ്സ്. ലേബർ കോൺട്രാക്ടേഴ്സ് എന്നാൽ കോൺട്രാക്ടേഴ്സ് അവൈലബിൾ ആണ്. സർവീസ് യൂട്ടിലൈസ് ടു ഗെറ്റ് ലാർജ് നമ്പർ ഓഫ് അൺസ്കിൽഡ് ലേബേഴ്സ്. അപ്പോൾ അൺസ്കിൽഡ് ആയിട്ടുള്ള
എംപ്ലോയീസിനൊക്കെ ഒരു തേർഡ് പാർട്ടിൻ്റെ ഹെൽപ്പോട് കൂടി ലേബർ കോൺട്രാക്ടേഴ്സ് ഉണ്ടാകും. അവർ ത്രൂവിൽ എന്ത് ചെയ്യുന്നു, ലേബേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു. പ്രൈവറ്റ് ഏജൻസി ഇതേപോലെ തന്നെ വേറൊരു ഏജൻസിയാണ് പ്രൈവറ്റ് ഏജൻസി. ദെൻ ട്രേഡ് യൂണിയൻസും റെക്കമെൻഡേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, ലീസിങ് ആൻഡ് ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പർട്ടിക്കുലർലി ഫോർ പബ്ലിക് സെക്ടറിലുള്ളതാണ് ലീസിങ്. ഇത് സെക്യൂറിംഗ് മാനേജീരിയൽ പേഴ്സണൽ ആയിട്ട് ഹയർ അതുപോലെ ഡിഫൻസ് സർവീസ് ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളെ ലീസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡ്. ദീസ് ആർ ദ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. എക്സ്റ്റേണൽ സോഴ്സസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വൈഡർ ഓപ്ഷനാണ്. ഫ്രഷ് ടാലൻറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ കിട്ടും. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി പേഴ്സൺ. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ടൈം റിക്വയർഡ് ആണ്, എക്സ്പെൻസീവ് ആണ്, ലാക്ക് ഓഫ് കോപ്പറേഷൻ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മേ നോട്ട് കോപ്പറേറ്റ് ദ എംപ്ലോയീസ് ബിക്കോസ് ദേ ഫീൽ ദെയർ പ്രൊമോഷണൽ ചാൻസ് ഹാസ് ബീൻ ടേക്കൺ ബൈ ദം. ഓക്കെ. പിന്നുള്ള demoralization of present employees, greater labor turnover, loss the sense of greater labor turnover. എങ്ങനെയാണ്, റിക്രൂട്ടഡ് ആയിട്ട് ഹയർ പോസ്റ്റ് ഫ്രം ഔട്ട്സൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കുന്നില്ല, വിൽ ലീവ് ദ ഓർഗനൈസേഷൻ ഡ്യൂ ടു ഡിസാറ്റിസ്ഫാക്ഷൻ. ലോസ് ദ സെൻസ് ഓഫ് സെക്യൂരിറ്റി. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഒരിക്കലും അവിടെ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. സോ ലോസ് ദ സെൻസ് ഓഫ് സെക്യൂരിറ്റീസ്. ദെൻ മോഡേൺ ട്രെൻഡ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ്. ഏതെല്ലാം മോഡേൺ ട്രെൻഡുകളാണ്? ഇപ്പം നമ്മൾ കുറേ പറഞ്ഞു, ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു മോഡേൺ ട്രെൻഡ് എങ്ങനെ? മോഡേൺ റിക്രൂട്ടിംഗ് ഈസ് എ ന്യൂ ഏജ് സൊല്യൂഷൻ ഡിസൈൻ ടു ഓവർകം ദ പ്രോബ്ലംസ് ഇൻ ദി ട്രഡീഷണൽ റിക്രൂട്ട്മെൻറ്റ് അപ്രോച്ചസ് ലൈക്ക് ഡിമാൻഡ് പ്രഡിക്ഷൻ, സിഗ്നിഫിക്കൻറ്റ് സ്കിൽ സപ്ലൈ, ഇതൊക്കെ അതിനുള്ളൊരു വേറൊരു മെത്തേഡാണ്. നോളജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്, റിക്രൂട്ട്മെൻറ്റ്, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്, ഔട്ട്സോഴ്സിങ്, പോച്ചിങ് ആൻഡ് റൈഡിങ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. മോഡേൺ മെത്തേഡ്, മോഡേൺ ടെക്നിക്സ് യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ ഇൻറ്റേർണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സസൊക്കെ പറഞ്ഞു. ഇതെന്താണ്, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സുകളാണ്. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ നിന്ന് ഇപ്പോൾ മോഡേൺ ടെക്നിക്സ് ഓഫ് യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ് അതിൽ വരുന്നത് നോളജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്. നോളജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ് പറഞ്ഞാൽ ഇറ്റ്സ് എ ടാർഗറ്റഡ് സെർച്ച് ടേക്കൺ ടു എ ന്യൂ ലെവൽ ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. അതായത് ക്ലയൻറ്റ് ഡയറക്റ്റഡ് കണ്ടിന്യൂസ് ഇറ്റ് ഫ്ലെക്സിബിൾ റിക്രൂട്ടിംഗ് ഇനീഷ്യേറ്റീവ് ഡിസൈൻ ടു ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് ക്രിട്ടിക്കൽ സ്കിൽസ് ഷോർട്ടേജ് ആൻഡ് സസ്റ്റെയിൻ ഗ്രോത്ത്. ഇറ്റ് മീൻസ് റീഇൻവെൻറ്റ് ദ വീൽ. അതായത് എവറി ടൈം ന്യൂ ഓപ്പണിംഗ് ഓക്കേഴ്സ് ഇറ്റ് ഡെലിവർ എ ബെറ്റർ ക്വാളിറ്റി ഓഫ് കാൻഡിഡേറ്റ്, ബെറ്റർ വാല്യൂ ഫോർ മണി ആൻഡ് ബെറ്റർ ടൈം ടു ഹയർ പീരിയഡ്സ്. അതായത് ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ ക്ലയൻറ്റ് ആൻഡ് റിക്രൂട്ടിംഗ് ഫേം, ഇവിടെ എന്താണ്, ഒരു ക്ലയൻ്റ് ആയിരിക്കും. ആ ക്ലയൻറ്റും റിക്രൂട്ടിംഗ് ഫേമും തമ്മിലുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ലോങ് ടേം സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൻ്റെ ബേസിലുള്ള മെത്തേഡാണ് നോളജ് ബേസ്ഡ് റിക്രൂട്ടിംഗ് മെത്തേഡ്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് ദ ക്ലയൻറ്റ് ആൻഡ് റിക്രൂട്ടിംഗ് കമ്പനി ടുഗദർ ഡിഫൈൻ ദ ആൻറ്റിസിപ്പേറ്റഡ് സ്കിൽ സെറ്റ് റിക്വയർമെൻറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഫോർ എക്സാമ്പിൾ ഫോർ എ പീരിയഡ് ഓഫ് 12 months. On this has been established a minimum rate ongoing recruiting activity can be agreed upon candidate who are potentially interested in making a move. അതായത് ഒരു ക്ലയൻറ്റ് ആൻഡ് റിക്രൂട്ടിംഗ് ഏജൻസി നമ്മൾ റിലേഷൻഷിപ്പിലൂടെ ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് ദ നോളജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്. നോളജ് ബേസ്ഡ് പറയാൻ കാരണം ഓൾ ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു റിക്രൂട്ടിംഗ് സൈറ്റ് ഇൻ ക്യാപ്ചേർഡ് ആൻഡ് എൻറ്റേർഡ് ഇൻ ടു നോളജ് ഡാറ്റാബേസ്. The process requires continuous monitoring of both the long-term and short-term needs of the client and whenever necessary redirecting both the amount of focus and recruiting effort in line with the client's changing needs. അപ്പോൾ ക്ലയൻറ്റ് ചേഞ്ചിങ് നീഡ്സ് അനുസരിച്ച് എന്ത് ചെയ്യണം, ആ ഡാറ്റാ ബേസ് എപ്പോഴും എന്ത് ചെയ്യണം, ഫ്ലെക്സിബിൾ അല്ല, ഇൻഫർമേഷൻ ലോഡഡ് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് എന്താണ്, ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നതാണ് ക്ലയൻറ്റ് ബേസ്ഡ് അല്ല നോളജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ അടുത്താണ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്. ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്നാൽ ഇസ് എ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ് ഇൻവോൾവിങ് സോഴ്സിങ് കാൻഡിഡേറ്റ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഏതിലൂടെയാണ് സോഴ്സ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റിലൂടെ സോഴ്സ് ചെയ്യുന്നു. ഇവിടെ ജോബ് സീക്കേഴ്സ് സെൻഡ് ആപ്ലിക്കേഷൻ ഓർ കരിക്കുലം വിറ്റ CV ത്രൂ ഇമെയിൽ യൂസിങ് ഇൻ്റർനെറ്റ്. നമുക്കറിയാമല്ലേ, എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസി നമ്മൾ ഇൻ്റർനെറ്റിലൂടെ നമ്മുടെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നു, മെയിലിലൂടെ സെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ലോ കോസ്റ്റാണ്, നോ ഇൻ്റർമീഡിയറ്റ്സ്, റിഡക്ഷൻ ഇൻ ടൈം ഫോർ റിക്രൂട്ട്മെൻറ്റ്, എഫിഷ്യൻസി ഓൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്.
ദെൻ വേറൊന്നാണ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ വേറൊരു അനദർ മെത്തേഡാണ്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒന്നൊരു മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നു, റെക്കോർഡ് പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഫ്രം ഔട്ട്സോഴ്സിങ് ഫേംസുകളുണ്ടാവും. ഔട്ട്സോഴ്സിങ് ഫേംസുകളെ അവരെ ഇൻഫോം ചെയ്യും. ദെൻ ഔട്ട്സോഴ്സിങ് ഫേംസുകൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ ബൈ ഇനീഷ്യേറ്റിംഗ് സ്ക്രീനിങ് ദ കാൻഡിഡേറ്റ്. അതായത് റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാ പ്രൊസീജിയറും നടക്കുന്നത് ഈ ഔട്ട്സോഴ്സിങ് ഫേംസുകളായിരിക്കും. ഈ ഫേംസ് കണ്ടെത്തി കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ കമ്പനിക്ക് യാതൊരു പ്ലാനിങ് ആവശ്യമില്ല. വാല്യൂ ഓഫ് ക്രിയേഷൻ, ഓപ്പറേഷൻ എഫക്ടിവിറ്റീസ് ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ടേണിംഗ് ദ മാനേജ്മെൻറ്റ് ടു സ്ട്രാറ്റജിക് ലെവൽ പ്രോസസ്സ്. ഒരിക്കലും എന്ത് ഈ എംപ്ലോയി സെലക്ഷൻ അല്ലെങ്കിൽ എംപ്ലോയി റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ രീതിയിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കമ്പനി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ടൈം. ദെൻ അടുത്തതാണ് പോച്ചിങ് ആൻഡ് റേഡിങ്. പോച്ചിങ് മീൻസ് എംപ്ലോയിങ് എ കോമ്പിറ്റൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ in an organization by buying a talent rather than developing. It is the latest mantra being followed by the organization already working with a reputed company in the same different industry. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രില്യൻ്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ BBS മെഡിക്കൽ ആൻഡ് എൻജിനീയറിംഗ് സെക്ഷനിൽ കോഴ്സ് കൊടുക്കുന്ന ഓൺലൈൻ ടീച്ചിങ്ങും ഓഫ്ലൈൻ ടീച്ചിങ്ങും ഉണ്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നു, വേറെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈലം ലേണിങ്സ് ഇവരെന്ത് ചെയ്യുന്നു, ഈ ബ്രില്യൻറ്റിൽ നിന്നും ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ശരിക്കും സൈലം എന്ത് ചെയ്യുന്നു, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ബ്രില്യൻറ്റിലുള്ള നല്ല ഗുഡ് പീപ്പിൾസിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇതാണ് പോച്ചിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത അതർ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നും കൂടി പറയുന്നത്. അടുത്ത റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്സ്, അതർ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്സ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, വാക്കിംഗ് ഇൻ്റർവ്യൂ, കൺസൾട്ടിങ്, ബോഡി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ഹൈടെക് ട്രെയിനിങ് ഡെവലപ്പ് ദ പൂൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ദ പോസിബിൾ എംപ്ലോയ്മെൻറ്റ്. Then prospective employees contact this organization to recruit the candidate. Otherwise, the organization themselves approach the prospective employees to place their human resources. These professional and training institutions are called body shoppers, and these activities are known as a body shopping. അത് ഇവിടെ ഓർഗനൈസേഷനാണ് ഡയറക്റ്റ് ചെന്നിട്ട് കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് ബോഡി ഷോപ്പേഴ്സ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ്സ് ഇൻ മോഡേൺ റിക്രൂട്ട്മെൻറ്റ്. കോൺസെപ്റ്റ്സ് ഇൻ ഇൻവോൾവ്മെൻറ്റ് ഇൻ മോഡേൺ റിക്രൂട്ട്മെൻറ്റ് ആർ ഗിവൺ ബിലോ. സ്കൗട്ടിംഗ് നമ്മൾ പറഞ്ഞു, ക്യാമ്പസ് ഇൻ്റർവ്യൂ, റിക്രൂട്ട്മെൻറ്റ്, ഈവൻറ്റ് റിക്രൂട്ട്മെൻറ്റ്, നെറ്റ്വർക്കിംഗ്, EOS, കാസ്റ്റ് അവോയ്ഡ് നെറ്റ്വർക്ക്. സ്കൗട്ടിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്കൗട്ടിംഗ് മീൻസ് സെൻഡിങ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് സോഴ്സ് വിത്ത് ടു പെർsuading ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ കാൻഡിഡേറ്റ് ടു അപ്ലൈ ദ ജോബ്. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ്സ് എന്തായിരുന്നു, ആ ഒരു കമ്പനിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നു. ദെൻ അടുത്തൊരു പ്രോസസ്സാണ് നെറ്റ്വർക്കിംഗ്. ഒരു വെരി ഗുഡ് ജോബ് ഫൈൻഡിങ് ടെക്നിക്കാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. HR professionals relevant and suited relationship over a period of time can help HR professional in networking with their colleagues to acquire resources from different fields. നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കും. Then ESOPs, company recently started stimulating the employees by offering stock ownership to the employees through their employee stock ownershipലൂടെ എന്ത് ചെയ്യുന്നു, അതായത് എംപ്ലോയീസിന് സ്റ്റോക്ക് ഓണർഷിപ്പ് കൊടുത്ത് അതിലൂടെ എംപ്ലോയീസിനെ കണ്ടെത്തുന്ന രീതിയാണ്. ദെൻ ഈവൻറ്റ് റിക്രൂട്ടിംഗ്, ഈവൻറ്റ്സുകൾ സ്പോൺസർ ചെയ്തിട്ട് ബൈ ദ കമ്പനി വെയർ ദ കാൻഡിഡേറ്റ് ആർ ലൈക്ലി ടു അറ്റൻഡ് ദ ഈവൻറ്റ്. ദ കമ്പനി പ്രസൻസ് ആൻഡ് മേക്സ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഈവൻറ്റ് ടു വിൽ അട്രാക്ട് ദ കാൻഡിഡേറ്റ്സ്. റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്സ് കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും അവരെ വെൽക്കം ബാക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ മേക്ക് എ വെരി എംപ്ലോയി എ റിക്രൂട്ടർ. എംപ്ലോയി ത്രൂയിലൂടെ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നു. കാസ്റ്റ് എ വൈഡർ നെറ്റ്, അതായത് റിക്രൂട്ടിംഗ് ടു ഇൻക്ലൂഡ് സം പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് ഓൾ ദി സ്കിൽസ് യു വുഡ് ലൈക്ക് ബട്ട് ഹു യു ഹാവ് പൊട്ടൻഷ്യൽ ടു കോൺട്രിബ്യൂട്ട് ഇഫ് ദേ ആർ ട്രെയിനിങ് പ്രോസസ്സിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് കാസ്റ്റ് എ വൈഡർ നെറ്റ്. ദെൻ മോഡേൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് സെൻഡ് ഓഫ് SMS. അപ്പോൾ ഇവിടെ നിന്നുണ്ടാകും സിംപ്ലി ടെക്സ്റ്റിംഗ്, അപ്ലൈ
അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വീഡിയോ വിഷ്വൽ നെറ്റ്വർക്ക്, സൂം അങ്ങനത്തെ പോലത്തുള്ള ഗൂഗിൾ മീറ്റ് ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, വീഡിയോ പോർട്ടലിലൂടെ റെക്കോർഡിങ് ചെയ്യാം. ദെൻ ബ്ലോഗിങ് ഓൺ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, മൾട്ടിപ്ലൈ, HR ലിങ്ക്, സെറ്റ് HR, ലിങ്ക്ഡിൻ, ഓർക്കുട്ട് ഇതിലൂടെയൊക്കെ എന്ത് ബ്ലോഗ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, സോഴ്സ് ചെയ്യാം.